ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളെല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ട് വന്ന വിഷയം ഷുഗർ രോഗത്തിന് മരുന്ന് കുടിച്ചിട്ട് മാറുന്നില്ല, ഇഞ്ചക്ഷൻ അടിച്ചിട്ട് മാറുന്നില്ല, എങ്കിൽ മരുന്ന് കുടിച്ചിട്ട് മാറുന്നില്ല ഷുഗർ, എന്നാൽ ഭക്ഷണം മരുന്നാക്കി കഴിച്ചാൽ മാറും എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നതും മനസ്സിലാക്കി തരുന്നതും 100% നിങ്ങൾക്ക് നോർമലായ ജീവിതം നയിക്കാമെന്നും പറയുന്നത്. നിങ്ങളത് അനുഭവിച്ചറിയുക, മനസ്സിലാക്കുക, ഭക്ഷണ രീതി ക്രമീകരിക്കുക. അതിനോടനുബന്ധിച്ച് നമുക്ക് ചെയ്യാനുള്ളത് എക്സസൈസ് ആണ്. ഞാൻ നിങ്ങൾക്ക് രാവിലെ എന്താണ് വെറും വയറ്റിൽ കഴിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നു, കാണിച്ചു തന്നു. അത് കഴിഞ്ഞതിന് ശേഷം അരമണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂർ സമയം കിട്ടുന്ന ആളുകൾ സമയം കിട്ടുന്ന രൂപത്തിൽ അരമണിക്കൂർ നിർബന്ധമായും ചെയ്യണം. ഷുഗർ രോഗി സാധിക്കുമെങ്കിൽ ഞാൻ കാണിച്ചു തരുന്ന എക്സസൈസുകൾ മുഴുവനും പഠിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തണം, പ്രാബല്യത്തിൽ നിങ്ങൾ വരുത്തണം. അത് എല്ലാവർക്കും ചെയ്യാം. ഷുഗർ രോഗികൾ നിർബന്ധമായി ചെയ്യണം, അല്ലാത്തവർ സാധാ നിലയിൽ തന്നെ ചെയ്യണം. അതിന്റെ ഗുണങ്ങൾ പറഞ്ഞുതരാം. പെരടിയിലുള്ള വേദന മാറും, പെരടി തിരിക്കണ ബുദ്ധിമുട്ട് ഒഴിവായി കിട്ടും. സാധാരണ ആളുകളെല്ലാം ടേബിളിൽ ഇങ്ങനെ ഇരുന്നാണ്ട് പണിയെടുത്തുകാണ്ട് കുനിഞ്ഞു നിന്ന് പണിയെടുക്കും, ലാപ്ടോപ്പിൽ പണിയെടുക്കും, മേശപ്പുറത്ത് എഴുതിക്കൊണ്ടിരിക്കും. ഇങ്ങനത്തെ എല്ലാ ആളുകൾക്കും വളരെ ഫലവത്തായ ഒരു എക്സസൈസാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഈ എക്സസൈസിൽ നമ്മുടെ എല്ലാ ജോയിന്റുകളും, ശരീരത്തിലെ ജോയിന്റുകൾ മുഴുവനും ആക്റ്റീവ് ആവും. ജോയിന്റുകൾ മുഴുവൻ ആക്റ്റീവ് ആകുക മാത്രമല്ല, ശരീരത്തിലെ രക്തക്കൊഴലുകൾ പരമാവധി അത് ആക്റ്റീവ് ആവും. അത് ആക്റ്റീവ് ആകുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഈ എക്സസൈസ് കഴിഞ്ഞ് നിങ്ങൾ സ്റ്റൂളിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാലും ഒരു 5-10 സെക്കൻഡ് നിങ്ങളെ ശരീരത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടും നിങ്ങൾ ചെയ്ത എക്സസൈസിന്റെ പ്രതിഫലം. ഒരാഴ്ച, ഒരു മാസം ചെയ്യുമ്പോഴേക്ക് പരമാവധി വേദനകൾ നിങ്ങൾക്ക് ഒഴിഞ്ഞു കിട്ടും. നടുവേദന ഒഴിഞ്ഞു കിട്ടും, ഊരവേദന ഒഴിഞ്ഞു കിട്ടും, ശരീരത്തിലെ വേദന ഒഴിഞ്ഞു കിട്ടും, മസിലിന്റെ വേദന ഒഴിഞ്ഞു കിട്ടും. അതേപോലെ തന്നെ ക്ഷീണം ഒഴിവായി കിട്ടും, മടി ഒഴിവായി കിട്ടും. ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസിൽ കിട്ടുന്നതാണ്. ഇനി നിങ്ങൾ ഈ എക്സസൈസ് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്, എവിടെയാണ് ചെയ്യുന്നതില്ലാതെ അതിന് കുറച്ച് പോയിന്റ്സുകൾ ഉണ്ട്. ഓരോ പോയിന്റിലാണ് നമ്മൾ എക്സസൈസിനെ ചെയ്ത് ആക്റ്റീവ് ആക്കുന്നത്. ആ പോയിന്റ് ഞാൻ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരുന്നതാണ്. അതുകൊണ്ട് ഞാൻ ശ്രദ്ധ ഈ ബോർഡിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഇതിലേക്ക് ക്ഷണിക്കുക. അതിന്റെ മുന്നോടിയായി നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നിങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കും ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ലൈക്ക് ചെയ്യുകയും ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അറിയാത്തവർ മക്കളെ കൊണ്ടോ ആരെ വിളിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാലേ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോയിലേക്ക് കടക്കുന്നു. ഈ പോയിന്റ് നമ്മുടെ തലയുടെ സെന്റർ, കറക്റ്റ് സെന്റർ കൂടെ പോണ ഈ ഭാഗമാണ് ഈ സെന്റർ. അത് ഓർമ്മ വെക്കണം.
ഈ കണ്ണിന്റെ ഈ രണ്ട് സൈഡാണ് വേറൊരു പോയിന്റ്. ഈ സൈഡ് ഈ കുത്ത് ഈ പോയിന്റ് ഞാൻ ഇടുന്നത് ഈ രണ്ട് നെറ്റി, ഈ നെറ്റിയുടെ മൂക്കിന്റെ മേലെ ഭാഗവും ഈ സൈഡ് ഭാഗവുമാണ്. അതെങ്ങനെയാണ് ചെയ്യലെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. പക്ഷെ പോയിന്റുകൾ നിങ്ങൾക്ക് ഞാൻ പറയുന്ന സമയത്ത് പെട്ടെന്ന് എക്സസൈസ് ചെയ്യുമ്പോൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് നിർബന്ധമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു പോയിന്റ് ഇവിടെ വന്നു, രണ്ടാമത്തെ പോയിന്റ് ഇവിടെ വന്നു, മൂന്നാമത്തെ കണ്ണിന്റെ പോയിന്റ് ഇവിടെ വന്നു. ഇനി ഇവിടെ ചെറിയൊരു എല്ലുണ്ട്. നമുക്ക് ഇവിടെ കണ്ണിന്റെ താഴെ ഇവിടെ എല്ലുണ്ട്. എല്ലിന്റെ താഴെ ഭാഗമാണ് ഈ പോയിന്റ്. ഈ എല്ലിന്റെ താഴെ ഭാഗം. മൂക്കിന്റെ നേരെ താഴെ ചുണ്ടിന്റെ മേലെ ഇവിടെ ഒരു ചാലുണ്ടാവും. നമുക്ക് ഈ ചാലാണ് വേറൊരു പോയിന്റ്. കീഴ്ചുണ്ടിന്റെ താഴെ താടിയെല്ലിന്റെ സെന്ററിലാണ് അടുത്ത പോയിന്റ്. ഈ പോയിന്റ് ഈ കയ്യെല്ല് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഭാഗത്താണ് അടുത്ത പോയിന്റ്. അതാണ് ഈ ഭാഗം. ഈ ഭാഗം നമ്മുടെ വാരിയൽ അവസാനിച്ച് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ലാസ്റ്റ് ഈ വാരിയൽ ഇങ്ങനെ വരും. ഇത്ര ഭാഗം വയറും ശേഷം വരുന്ന വാരിയലിന്റെ എൻഡ് എന്ന് പറഞ്ഞാൽ ഈ വാരിയൽ ഇങ്ങനെ കൈ വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ മനസ്സിലാവും. ഇതാ ഇവിടെയാണ് അത് വരിക. ഓക്കെ, ഈ പോയിന്റ് ആണ് ഇത്. അപ്പൊ ഇത്ര പോയിന്റുകൾ നിങ്ങൾ മനസ്സിലായി. കയ്യിന്റെ കക്ഷത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. കയ്യിന്റെ കക്ഷത്താണ് അടുത്ത പോയിന്റ്. കയ്യിന്റെ കക്ഷത്ത്. പിന്നെ കയ്യിന്റെ കൈപ്പത്തിലാണ് പോയിന്റ്. 1 ഇവിടെ, 2 ഇവിടെ, 3 ഇവിടെ, 4 ഇവിടെ, 5 കയ്യിന്റെ ഉള്ളില്. അത് ഞാൻ ചെയ്ത് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. കൈപ്പത്തിന്റെ ഉള്ളില്. ഓക്കെ, അത് ഞാൻ ഇവിടെ വരക്കണില്ല. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഇനി കാലിന്റെ തൊട,
കാലിന്റെ തൊട, കാലിന്റെ മുട്ട്, കാലിന്റെ മസിൽ. അതാണ് അടുത്ത പോയിന്റ്. ഇത്രയും പോയിന്റുകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഓരോ പോയിന്റുകളും ശരീരത്തിന്റെ മർമ്മപ്രധാനമായ പോയിന്റുകളിലാണ് നമ്മൾ എക്സസൈസ്. നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. ഈ എക്സസൈസ് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സസൈസ് ചെയ്യേണ്ടത് നിങ്ങൾ ഒരു സ്റ്റൂള്, ഒരു കസേര ഇതേപോലെ വെക്കേണ്ടതാണ്. മുട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലെ കൈ പാടില്ല. കൈ ഉണ്ടാകാത്ത സ്റ്റൂള് പറ്റും, കൈയില്ലാത്ത കസേര പറ്റും. നിർബന്ധമായി നിങ്ങൾ ഒരു ആൾക്ക് ഒരു കസേര കരുതി വെക്കേണ്ടതാണ്. കാരണം ഇവിടെ എല്ലാം ഇതിന്റെ എക്സസൈസിന്റെ പൊസിഷൻ വരുന്നുണ്ട്. അപ്പൊ ഇത് തടസ്സമാവാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഇത് സ്റ്റൂള് വേണമെന്ന് പറയാൻ കാരണം. ഇനി നിങ്ങൾ കാണേണ്ടതും മനസ്സിലാക്കേണ്ടതും ഇതിനൊരു തമാശയായി കാണാതെ നിങ്ങളെ ജീവിതത്തെ മർമ്മപ്രധാനമായ നമ്മുടെ ഞരമ്പുകൾ ആക്റ്റീവ് ആക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ്. ഇതിനു ശേഷം പല എക്സസൈസുകളും ഉണ്ട്. അത് ഇതിനോടനുബന്ധിച്ചിട്ടുള്ളതാണ്. ആദ്യം നിങ്ങൾ ഇത് പഠിക്കുക, ആദ്യം ഇത് മനസ്സിലാക്കുക പോയിന്റുകൾ. ഈ പോയിന്റുകളെല്ലാം ഞാൻ ചെയ്തു വെച്ച ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതിനാണ് ഇങ്ങനെ വരച്ച് കാണിച്ചു തന്നിട്ടുള്ളത്. ഇനി ഞാൻ എക്സസൈസിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ പോയിന്റ് ആയിരുന്നു അത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കും. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഞാൻ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ തന്നിട്ടുള്ളത്. ഇത് മനസ്സിലാക്കുക. ഇനി നമ്മൾ എക്സസൈസിന്റെ വീഡിയോയിലേക്കാണ് പ്രവേശിക്കാനുള്ളത്. അതിന് മുന്നോടിയായി നിങ്ങൾ ഇത് മനഃപ്പാഠമാക്കുക, മനസ്സിൽ ഇരുത്തി വെക്കുക. അത് മാത്രമല്ല, നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അത് മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ സന്ദേശം എത്തിക്കുക. അപ്പോഴാണ് ഒരു മാസം കൊണ്ട് നമ്മുടെ ഷുഗർ പരിപൂർണമായി മാറ്റാനുള്ള ശ്രമത്തിലാണ് നമ്മൾ. അത് മറക്കാതെ ഇതിനോട് ആത്മാർത്ഥത കാണിക്കുക. അസുഖം നിങ്ങളതാണ്, അസുഖം നിങ്ങൾക്കാണ്. മരുന്ന് ഒഴിവാക്കേണ്ടത് നിങ്ങൾക്കാണ്, മരുന്നില്ലാതെ ജീവിക്കേണ്ടത് നമ്മൾക്ക് എല്ലാവർക്കുമാണ്. ഈ സന്ദേശമാണ് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത്. ഇതെന്റെ ദൗത്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അത് ആര് അംഗീകരിക്കുന്നു ആര് അംഗീകരിക്കില്ല എനിക്കൊരു വിഷയമേ അല്ല. പക്ഷേ ഞാൻ ഇത് കണ്ടുകൊണ്ട് മാറാൻ താല്പര്യമുള്ളവരിലേക്ക് എത്തുന്നത് വരെ ഞാൻ എൻ്റെ ദൗത്യം തുടർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് പങ്കാളികളാകാം. നിങ്ങൾക്ക് ഈ സന്ദേശം കിട്ടിയതുപോലെ കിട്ടാത്തവർക്ക് നിങ്ങൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇത് നിങ്ങൾ ആസ്വദിച്ചറിയുക. അത്രമാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇത് എക്സസൈസിന്റെ ഒന്നാമത്തെ വീഡിയോ ആയിട്ടാണ് നിങ്ങൾ പരിഗണിക്കേണ്ടത്. അടുത്തത് 1, 2, 3, 4 എന്ന തോതിലാണ് വരിക. അത് നിങ്ങൾ കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷുഗർ രോഗികളായ ആളുകൾ ആദ്യം എൻ്റെ ഷുഗർ രോഗത്തിന് എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്ന് ഞാൻ വളരെ വ്യക്തമായി കാണിച്ച 1, 2, 3, 4 എന്നുള്ള വീഡിയോകളും അതിന്റെ മുന്നുള്ള വീഡിയോകളും ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അത് ഈ കൂട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക. അതിന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോന്റെ പേര്, യൂട്യൂബിന്റെ പേര് ബാപ്പു, BAPPU, ബാപ്പു. BAPPU, ബാപ്പു. ബാപ്പു BB ഫാം, ബാപ്പു BB ഫാം. അത് അടിച്ചു കൊടുത്താൽ എൻ്റെ യൂട്യൂബ് നിങ്ങൾക്ക് കാണാൻ കഴിയും. നമുക്ക് എല്ലാവർക്കും എന്നോട് ഡോക്ടർ ബൈക്ക് ഓട്ടരുത് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. എൻ്റെ കഴുത്തിൽ പട്ട ഇടണം എന്ന് പറഞ്ഞതാണ്. ഈ എക്സസൈസുകൾ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ നിൽക്കുന്നതും. ഞാൻ കാറോട്ടും ബൈക്കോട്ടും എല്ലാ പരിപാടി ഹാർഡ് വർക്കും ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കൃത്യമായി നിങ്ങൾക്ക് ഇത് എത്തിച്ചേരാൻ കാരണം. ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ എൻ്റെ കഴുത്തിന്റെ 5ാമത്തെ എല്ലിന്റെ ഉള്ളില് ബൾജായിട്ടുണ്ട്. ആ ബൾജായത് ബെൽറ്റ് ഇട്ടുകാണ്ട് നടക്കേണ്ട കേസാണ്. അതേപോലെ തന്നെ ഞരമ്പ് പിണഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കൈ കടച്ചിൽ, കൈ പൊന്തൂല, കൈ ഇങ്ങനെ പൊന്തൂല, പെരടി തിരിക്കാൻ കഴിയൂല.
ഈ അവസ്ഥയിൽ നിന്ന് ഞാൻ ഇന്ന് എല്ലാ പണിയും ഞാൻ എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ എക്സസൈസ് കാണിച്ചു തരാൻ തീരുമാനിച്ചിട്ടുള്ളത്. കാലിന്റെ അടിയിലുള്ള തരിപ്പ്, വേദന, കടച്ചില് എല്ലാം സഹോദരന്മാരെ നിൽക്കും. പരീക്ഷിച്ചു നോക്കുക. പ്രായഭേദമന്യേ സ്കൂൾ കുട്ടികൾ പരീക്ഷിക്കണം. സ്കൂൾ കുട്ടികൾ ഇത് ചെയ്യണം. കാരണം നല്ല വർക്കിംഗ് കിട്ടും. ആദ്യം നിങ്ങൾ ചെയ്യുക. കാണുന്നവർ, നിങ്ങൾക്ക് ബോധ്യമായാൽ നിങ്ങളെ മക്കളെ കൊണ്ട്, വീട്ടിലുള്ള അംഗങ്ങളെ കൊണ്ട് ഈ എക്സസൈസ് ചെയ്യിപ്പിക്കുക. രക്തത്തിന്റെ ഓട്ടത്തിനെ ക്ലിയർ ആക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അടുത്ത വീഡിയോ കാണാൻ നമുക്ക് അതുവരെ ഞാൻ നിങ്ങളോട് വീഡിയോ ചോദിക്കുന്നു. എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് യു. ദീർഘിച്ചു പോകും ചില വീഡിയോകൾ, അത് മനസ്സിലാക്കി തരേണ്ടതുണ്ടായത് കൊണ്ടാണ്. ക്ഷമിക്കുക, ക്ഷമയോടെ കാണുക. അസുഖം മാറാൻ വേണ്ടി ഒരു 10 മിനിറ്റ് ചെലവാക്കുക. നേരം വെളുത്ത് വൈകുന്നേരം വരെ എത്രയോ വീഡിയോകൾ കാണുന്നുണ്ട്. അതിൽ ഒരു വീഡിയോ ഇതിനെ നിസ്സാരമായി കാണരുത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സഹോദരന്മാർക്ക് എല്ലാവർക്കും നല്ലൊരു ജീവിതം കാംക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.